വെള്ളമില്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാണക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ഇത്തിരി ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. നമുക്ക് എന്തായാലും പോയി നോക്കാം അവിടെ ഓപ്പൺ ആണ്. പിന്നെ വേറെ ഉണ്ട്, വേറെ ബാക്കിൽ ആൾക്കാരുണ്ട്. സോ നമ്മുടെ കൂടെ ഇന്ദു ചേച്ചിയുണ്ട്, ശരണ്യുണ്ട്. അപ്പോൾ അവർ ബാക്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അവിടെ ഓപ്പൺ ആണോ അല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാം. നമ്മൾ പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ കാണാൻ. അതുപോലെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണിത്. നമ്മൾ ഗേൾസ് എല്ലാവരും കൂടി പുറത്തുനിന്ന് പോകണം. ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്, പക്ഷേ ഇത് കുറച്ച് ആഗ്രഹിച്ചിരുന്നൊരു ട്രിപ്പാണിത്. ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത 1-2 പേരും കൂടി ഉണ്ട്. പക്ഷേ എന്തോ നമ്മൾക്കത് അവരെ ശരിക്കും മിസ് ചെയ്തു. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് നല്ല രസമായിരുന്നു ഈ ഒരു ട്രിപ്പ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാണൻകുഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ്. പാണൻകുഴി എന്ന് പറഞ്ഞ ഒരു എക്കോ ടൂറിസം പ്ലേസ് ആണത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ ഇതേതാ ഈ കട? തഞ്ചാവൂർ പ്യുവർ വെജ്. തഞ്ചാവൂർ പ്യുവർ വെജ്. ഇതേതാ സ്ഥലം? മൂവാറ്റുപുഴയിലെത്തി. മൂവാറ്റുപുഴ തഞ്ചാവൂർ പ്യുവർ വെജ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകില്ല ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. ഫസ്റ്റ് എന്താണ് ഡെസ്റ്റിനേഷൻ? പാണമ്പുഴ. പാണമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം. പാണിയേലിപ്പോരല്ല, പാണമ്പുഴ. അങ്ങോട്ടാണ് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കണത്. ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ പാണമ്പുഴയിട്ട് പോകും. നമ്മൾ പാണമ്പുഴയിട്ട് പോകും. പാണമ്പുഴയിൽ വെള്ളമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ വെള്ളമുണ്ട്. വെള്ളം കണ്ടിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചാൽ നമ്മൾ പാണമ്പുഴയിട്ട് പോയതാണ്. ഇപ്രാവശ്യം ഉണ്ട്, വെള്ളമുണ്ട്. ആ ഭാഗ്യം ഇച്ചിരി മുമ്പ് കണ്ടില്ല. ഞാൻ കുളിച്ചു. ഇവിടെ നമ്മുടെ ഹിന്ദുണ്ട്, ജന്തുസ്, പിന്നെ ശരണയുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉണ്ട്. നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നുണ്ടാകും. എല്ലാവരും ഉണ്ട്. നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കുള്ള ഫുഡ് വന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് താലി മീൽസാണ്. ഇതിൽ 2 പേര് വെജിറ്റേറിയൻ ആണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് താലി മീൽസ് ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ചു. വെജിറ്റേറിയൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അപ്പോൾ ഫുഡ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇതിൽ കുറേ വെറൈറ്റി ഞാൻ കഴിച്ചിട്ടില്ലാത്ത സൈസ് കറികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്കിഷ്ടപ്പെട്ടത് പായസം, പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. ഇതാണ് നമ്മുടെ ഹോട്ടലിൽ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ പോവാണ്. തിരിച്ചു പോകാം. നമ്മൾ വണ്ടി എടുത്തപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുക്കേണ്ടി വരണം. അപ്പോൾ കേട്ടോ നമ്മൾ വണ്ടി ഫുഡ് കഴിക്കാവുന്ന റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ അവരവിടെ നിന്ന് വന്നിട്ട് വേണം അവരവിടെ വണ്ടി എടുക്കാനായിട്ട്. വണ്ടി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് പോകാം. നമ്മൾ നല്ല രസമാണ് കാണാനും. നല്ല രസമുണ്ട്. സോ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് സന്ധ്യാമസം തിരിച്ചപ്പോൾ ഞാൻ ഓടിക്കേണ്ട വരും. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ. നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. അപ്പം ആ കൊച്ചുകുട്ടി എവിടെ പോവാ പറഞ്ഞേ? രഹസ്യമല്ലോ, ഉറക്കെ പറ. ഞാൻ ചെയ്യട്ടെ, ഞാൻ ചെയ്യാം. തരൂ. പൈസ തന്നിട്ടില്ല ഗൈസ്, നിങ്ങൾ നോക്കി വെച്ചോ. അവൾ എനിക്ക് തന്നിട്ടില്ല. എന്തും എനിക്ക് തന്നിട്ടുണ്ട്. ദേ ഇരിക്കണത് ഒടിക്ക് ഒറ്റ പൈസ തന്നിട്ടില്ല. പോവാണോ? വണ്ടി എടുത്ത് താഴേക്ക്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ ഈ ഇരിക്കുന്നത് എങ്ങനെ തിരിച്ചു പോകുന്നുള്ള ആ ഒരു ടെൻഷനിലിരിക്കുകയാണ് ഗൈസ്. ഇത് പൊക്കണം, എന്നാലാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളൊന്ന് പോകും.
ദേ ആ ചേച്ചി വന്നിട്ട് ഇപ്പോൾ ഈ ചെക്ക് പോസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. എന്നാലാണ് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി ഉള്ളിലാണ് പാർക്ക് ചെയ്യണേ. അപ്പോൾ ഒരു ചെറിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ പോവാണ്. പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഓൾറെഡി നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുവഴി നടന്നാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇവിടം വരെ ബസ് സർവീസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. എനിക്കത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ആ ബസ് പോകുന്നത് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ഈ സമയം വരെ എങ്ങാണ്ടേ ഉള്ളൂ അവിടെ ബസ്. എനിക്കത് കറക്റ്റ് അറിഞ്ഞുകൂടാ. അവർ വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാണ്. അപ്പോൾ അതേ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് ഇപ്പുറത്തേക്ക് എത്തി. അപ്പോൾ ഇന്ദു ചേച്ചിക്ക് ചെറുതായിട്ടൊരു കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്ര നേരം ഇരുന്നതും കൂടെ കൊണ്ട് കാലിന് ചെറുതായിട്ട് നീര് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളെന്നോട് പറയാണ് ചെറുതായിട്ട് പെയിൻ ഉണ്ട്, വലിയ കാര്യമായിട്ടില്ല, എന്നാലും ഓക്കെയാണ്, ചെറുതായിട്ടൊന്ന് നീര് വെച്ചിട്ടുണ്ട്. ഇത്രയും ദൂരം ഇരുന്ന് എല്ലാവരും പോകുന്നത് എനിക്ക് തോന്നുന്നു ഇതാദ്യമായിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് കിച്ചു എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവർ വരുന്നത് നോക്കി നിൽക്കുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന ആ ഒരു അത് ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ ആ ഫോറസ്റ്റ് അതിൻ്റെ ഉള്ളിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് നടന്ന അവിടെ ഒരു ബസ് കാവഴി അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. വായോ അവിടെ വന്നവരെന്നെ പറ്റിച്ച് ഗൈസ്. സോ ഞാൻ വെള്ളമില്ല, വെള്ളത്തിൻ്റെ അതിൽ അന്വേഷിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ നടക്കുന്ന എൻ്റെ കൂടെ എൻ്റെ വ്ളോഗ് വേസ്റ്റായില്ല ഗൈസ്. ഞാനത് വെള്ളം നമുക്കുണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ട് നമുക്ക് ആ പൈസ തിരിച്ച് വിളിച്ച് നമ്മൾ പോകുകയാണ് ഗൈസ്. എൻ്റെ പൈസ, എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ എന്തെങ്കിലും തരാം, 10 രൂപയെങ്കിലും തിരിച്ചാടിയെന്നെങ്കിലും ചോദിക്കണം. നമുക്ക് ചോദിക്കാൻ വെള്ളം ഉണ്ടോ ഇല്ലയോ ചോദിക്കാൻ പോയിക്കോട്ടോ. കിച്ചു ഇവിടെ വാ. വെള്ളമില്ലാന്നൊക്കെ പറയാനുണ്ട്. അവിടെ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല. അപ്പം നമ്മൾ വന്നത് വെറുതെ വേസ്റ്റായിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരെന്നെ കൊല്ലും ഗൈസ്, പുറകിൽ വന്നത് എന്നെ കൊല്ലും, നന്നായിട്ട് കൊല്ലും ഗൈസ്. സോ ജീവനുണ്ട്, ഈ സൈഡ് മാറി പോകുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിന് അല്ല എൻ്റെ കല്ലെടുത്തെറിയുന്ന ഗൈസ്. അവരെന്താ പറഞ്ഞു? ഉള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങുന്നതായിരിക്കും ഗൈസ്. അല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴിയുണ്ട്, ആ വഴി പോകാം. ഇന്ദുമതിയുടെ കാല് പാടില്ലല്ലോ മിസ്സേ, ഇന്ദുവിന്റെ കാല് വല്ലല്ലോ, ആ വഴി പോവാം, ശരിയാക്കി പോവാലോ. എന്നാ ഈ വഴി ഞാൻ പോയിട്ടില്ല, സോ നമുക്ക് ആ വഴി പോവാം. നമ്മൾ ഈ വഴി പോവാട്ടോ, എങ്ങോട്ടെങ്കിലും ഒക്കെ പോവാം. അയ്യോ ഇത് തുടരുത് കേട്ടോ, തുടരുത്, ഡോൺ ടച്ച്. ഷോക്ക് അടിക്കും, തുടരുത്, ഷോക്ക് അടിക്കും. ശ്രദ്ധിച്ചൊക്കെ നോക്കി നടക്കുക, അവിടെ കമ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴിയാണ് പോണത്. കുറച്ച് നടക്കാനുണ്ടെന്നാണ് അവിടെ താഴെന്ന് നമ്മളോട് പറഞ്ഞത്. നമ്മളിതിലേ നടന്ന് അങ്ങോട്ട് പോകണം. പോകുന്ന വഴി നല്ല രസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരത്തിൻ്റെ വേരും നല്ല തണുപ്പാണ്. ഇവിടെ ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് നല്ല തണുപ്പാണ്. അധികം അങ്ങനെ ചൂടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമ്മുടെ നാട്ടിലുള്ള പോലെ അത്രയും ചൂട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവിടെ കുരങ്ങനും അതുപോലെ മലയണ്ണാൻ അങ്ങനെ പറഞ്ഞ കുറേ ജീവികളെ കാണാമെന്ന് പറഞ്ഞു. അല്ല, നമ്മൾ തിരിച്ചു വരുമ്പോൾ അപ്പുറം വഴി വരാം. അറിയില്ലെന്തോ. രണ്ടെണ്ണം ഞങ്ങൾ ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട് ഗൈസ്. പാമ്പൊക്കെ ഉണ്ടാവും, സൂക്ഷിച്ചും കണ്ട് നടക്കുക. കാടാണ്, കുഞ്ഞു പാമ്പൊന്നുമല്ല, മലമ്പാമ്പൊക്കെ ഉണ്ടാവും. നമ്മുടെ എള്ളുണ്ടി അല്ല, മറ്റേ സാധനം ഉണ്ട്, ഉണ്ടായിരിക്കാലോ. ബാഗിലല്ലേ. അങ്ങനെ നമ്മൾ നടക്കുകയാണ്.
കുറച്ചധിക ദൂരം നടക്കാനുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ്. ഇത് എന്താ സംഭവം എന്ന് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. കാരണം ഈ ഇലയൊക്കെ ഭയങ്കരമായിട്ട് ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ പോലെ കൊതുക്, പാറ്റ ഇങ്ങനെയുള്ള കുറേ ജീവികൾ നമ്മളെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ കൊതുകൊക്കെ കുത്തുന്നുണ്ട്. ഇത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് കൊതുകൊക്കെ കുത്തുന്നുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ കാര്യം പറയാലോ, എവിടെ പോയാലും ഇതേപോലെ ഓടിപ്പാഞ്ഞ് നടക്കുന്നതുകൊണ്ട് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് പിന്നെയും ഞങ്ങൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതേപോലെ വേരിൽ ചവിട്ടി ചാടാനും വീഴാനും അവൻ കുറേ പ്രാവശ്യമൊക്കെ ഒന്ന് തെന്നി വീഴുകയൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങേ അറ്റത്ത് ഇല്ലേ. ആദ്യം നമുക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് ഊഞ്ഞാലാടാൻ വരാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഏറുമാടമൊക്കെ കാണുന്നുണ്ട്. ഏതുണ്ടോ അവിടെ ഒരു അതുണ്ടോ ഇടയിട്ടൊരു ഏറുമാടം കാണാനുണ്ട്. അപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം, നോക്കാം. ഫുള്ളും അവിടെ ഉണ്ട് ഒരു ഇത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ കൂടെയുള്ളവരൊക്കെ അതിൽ വരുന്നുണ്ട്. മിസ്സേ നല്ല വെള്ളമുണ്ട്. വെള്ളം ഇല്ലെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. സോ വെള്ളമുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വെള്ളമുണ്ട്. ഫസ്റ്റ് നമുക്ക് വെള്ളത്തിലേക്ക് പോകാം. വള്ളിയിലും തുടർന്നിട്ടോ ഷോക്കണ്ടോ. അപ്പം അവിടെയാണ് വെള്ളമൊക്കെ ഉള്ളൊരു പാസ്. അതെ, അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരുന്ന ആ ഒരു പാസ്സല്ലേ, ആ ഒരു ടിക്കറ്റ് നമ്മൾ എടുത്തത്, അത് നമ്മളിവിടെ കൊടുക്കണം. അതിവിടെ കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. അതേപോലെ ഇതാണ് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ് റൂം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് റൂം. നമ്മൾ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിത് ഇങ്ങോട്ട് എത്തിയിട്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ ഇങ്ങോട്ട് എത്തി. നമുക്കിത് അവിടെയാണ് കേട്ടോ അവിടെ ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, തോന്നുന്നത് എനിക്ക് ഈ മരത്തിൻ്റെ പൂക്കളാണെന്ന് തോന്നുന്നു. ഉണ്ടോ, നമുക്കിത് അങ്ങോട്ടാണ് കേട്ടോ പോകണ്ടേ. നമ്മൾ ഇതുവഴി പോകൽ കുറച്ച് റിസ്ക്കാണ്, എന്നാലും നമ്മൾ പോകും. തിങ്ക് പാറയിലൊക്കെ ചാടി കയറി നമ്മൾ അയ്യപ്പ ഏകദേശം എത്തി. നമ്മൾ വെള്ളത്തിലാട്ടോ വന്നിരിക്കുന്നത്. നിറച്ച് വെള്ളമാണ്. നിറച്ച് വെള്ളമില്ലല്ലേ, കുറച്ച് വെള്ളമാണ്. വെള്ളം ഒഴിക്കില്ല, നമ്മുടെ ഫോൺ വാവേ. അതെ, നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. വിണ്ടുണ്ട്, എല്ലാവരും ഉണ്ട്, നല്ല രസമുണ്ട്, കുറേ വെള്ളമുണ്ട്. അതേ ചുറ്റും പുഴയുടെ പേരെന്താ കഴിച്ചു? നമ്മൾ ചെന്ന ദിവസം അധികം വെള്ളമൊന്നുമില്ല, പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിന് നല്ല പോലെ വെള്ളം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഈ വെള്ളത്തിലിറങ്ങുക എന്ന് പറഞ്ഞത് നമുക്ക് ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം അന്വേഷിക്കുക അവിടെ വെള്ളമുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്നാണ് ഞങ്ങൾ ആദ്യം അന്വേഷിക്കുക. അപ്പോൾ ഇതെന്തായാലും ഭയങ്കര രസമാണ്. നനച്ച് കുളിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതേ ഒരുത്തൻ അവിടെ വെള്ളത്തിൽ വീണ്. കിച്ചു വേണ്ടട്ടാ, നടുവൊക്കെ എവിടെയെങ്കിലും തട്ടും. ആഴമുണ്ടോ കിച്ചു? ആഴമുണ്ടോ അവിടെ? ഇവിടെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അത് ഇത്രയും ആഴമുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. വെള്ളം അവിടെ അവർ അളക്കാനുള്ളതിൻ്റെ നമുക്ക് പോയി നോക്കാം കേട്ടോ. കുറച്ചുകൂടി ആഴം. ഇങ്ങോട്ട് വാ, ഇവിടെ കുറച്ചുകൂടി ആഴമുണ്ട്. വെള്ളം തെറിപ്പിക്കരുത്, വെള്ളം കൈ കൊണ്ട് വെള്ളം തെറിപ്പിക്കാം.
ഇവിടെ നല്ല മഴ. അവിടെ മോനെ വെള്ളത്തിൽ കളിക്കല്ലേ, കലക്കല്ലേ, കലക്കാതെ അവിടെ ഇരിക്കും ഒരു സ്ഥലത്ത്. അതാ പറഞ്ഞേ, ഇവിടെ കുറച്ചുകൂടി ആഴമുണ്ട്. ഒരെണ്ണം അവിടെ വീണു, വീണു. അടുത്തത് വീഴാൻ വരുന്നു. നല്ല സ്പോട്ടായതുകൊണ്ട് ഇതുപോലെ മുങ്ങിക്കിടക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. അധികം തിരക്കോ അല്ലെങ്കിൽ അധികം വെള്ളം അങ്ങനെ പേടിക്കേണ്ടതായിട്ടൊരു യാതൊരു കാര്യം ഇവിടെ ഉണ്ടായില്ല. നമ്മളിപ്പോ ഇവിടെ എന്താണ് അല്ല, വീഡിയോ തുടങ്ങി കൊറേ ആയിട്ടോ. അനക്കല്ലേ കാലിട്ട് കൊത്തനുണ്ട് നമ്മുടെ കാലില് മീൻ. ഇങ്ങോട്ട് മുമ്പോട്ട് കയറിക്ക്. അത് കണ്ട് പേടിച്ചു. നല്ല തെറാപ്പി അത്. വെള്ളത്തിലുള്ള കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് മാറുകയാണ്. ഞാൻ നേരത്തെ ഡ്രസ്സ് മാറി. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഇച്ചിരി ഊഞ്ഞാലാടാം. അപ്പോൾ ദേ അങ്ങനെ ദേ ഒരു ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിൽ തന്നെ ആദ്യം ഞാൻ കയറി ഇരുന്നിട്ടുണ്ട്. ഇപ്പം തന്നെ കിച്ചുവും വരും. അപ്പോൾ ഞാനും കിച്ചുവും കൂടെ ഊഞ്ഞാലാടാൻ പോവാണ്. അപ്പം ഇതൊക്കെ ഒരു രസമാണ് നമ്മുടെ ലൈഫിൽ. ഈ പറഞ്ഞ പോലെ എപ്പോഴും തിരക്കുള്ള ഒരു ലൈഫിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തരുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സന്ധ്യാമിസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന്, സന്ധ്യാമിസ് ശരിക്കും പറഞ്ഞാൽ ഈ സ്നാക്സൊക്കെ ഉണ്ടാക്കും. നേരത്തെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറേ കൊണ്ടുതരുമായിരുന്നു. ഇപ്പോഴും കൊണ്ടുതരാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് കിട്ടാറില്ല. അതാണ് സത്യം. അപ്പോൾ അവനെ മാറ്റിയിട്ട് അതൊക്കെ കഴിച്ചുകൊണ്ട് ഞാനിരുന്ന് ഊഞ്ഞാലാടാൻ തുടങ്ങി. അപ്പം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ. പിന്നെ അവനും ഊഞ്ഞാലാടി. പിന്നെ നല്ല രസമാണ് അവിടെ, ആ സ്പോട്ട് നല്ല രസമാണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എൻജോയ് ചെയ്തു. നമ്മൾക്ക് പിന്നെ പേടിക്കേണ്ടതായിട്ട് യാതൊരു കാര്യവുമില്ല അവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ കുറേ ഫോറസ്റ്റ് ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ അടുത്ത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവരത് പറഞ്ഞു തരും. അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ശരിക്കും പക്ക അവർ കെയർ ചെയ്യും അവിടെ. ഈ ഫോറസ്റ്റിനുള്ളിൽ ഇവിടെ ശരിക്കും കാട്ടാനയൊക്കെ വരുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ അവർ ശരിക്കും നമ്മളെ സേഫ് ആക്കും. നമ്മൾ പോകണം. ആണോ? ഇല്ല. അപ്പൊ ഇപ്പൊ പോന്നല്ലേ? ഇപ്പൊ പോയാ ആന വരും. അയ്യോ, അവിടെ അടയ്ക്കോ? അയ്യോ, അല്ല ഇവിടെ ഉണ്ടാവില്ലല്ലോ. ഇവിടെ കറണ്ട് ഉണ്ടാവില്ലല്ലോ, അവിടെ ഇല്ലല്ലോ. ആന ഇറങ്ങി വരുമ്പോ ചോദിക്കും, ഈ ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ലല്ലോ, ഇതെന്താണ് സാധനം? അങ്ങനെയല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഏകദേശം ആന വരുന്ന സമയം എപ്പോഴാണ്? ആന വരാനുള്ള സമയമുണ്ട്. ഞങ്ങളോട് പറഞ്ഞു എത്ര മണിക്കാണ് വന്നത്. നിങ്ങൾ നാളെ വരുമ്പോ എന്നെ വിളിക്കാൻ ആർക്ക് വേണമെങ്കിൽ നാളെ. ആനയോട് നാളെ കുറച്ച് നേരത്തെ കാണാട്ടോ. എല്ലാ ദിവസവും വരും ഇവിടെ ആന? എല്ലാ ദിവസവും വരും ഇവിടെ ആന? ആണോ? ആന മാത്രമേ ഉള്ളൂ? ഇല്ല, കടുവയും. അങ്ങനെയല്ല, നല്ല മറുപടി. ആനേനെ അവിടെ ഒരു ദ്വീപുണ്ട്. അവിടെ ദ്വീപോ? അവിടെ നോക്കിയാ കാണാം. ദ്വീപ്
ദീപമല്ല ദീപ്. ആ അതാ ഞാൻ ചോദിച്ചത് ദീപം. ദീന്ന് ഇട്ടിട്ട് ആ ദീപ്. ആ ദീന്നിട്ടിട്ടല്ല ദ്വീന്നിട്ടിട്ടാണ്. ദ്വീപ്. ദീയല്ല ദേ, ഓ പാമ്പിന്റെ പുറ്റ് ഗൈസ്. ഇങ്ങനെതാ. അവിടെ പാമ്പിന്റെ പുറ്റ്. ദേ, അതെ, അതെ. പാമ്പിന്റെ പുറ്റ്, പാമ്പ് താമസിക്കുന്ന സ്ഥലം. ദേ അവിടെ അവിടെ. നമ്മള് നടന്ന് കുറച്ചധികം ദൂരം ഉണ്ടോ? ഇത്ര ദൂരം നമ്മൾ നടന്നു. ആ വെള്ളം ഇറങ്ങിപ്പോലെ ചേച്ചി. ആ വേണം. വെള്ളം കുടിക്കാൻ പോവാം. തുറക്ക് തുറക്ക് തുറക്ക്. അതെ ആ ഗേറ്റ് തുറക്കൂട്ടാ. ആ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. സോ നമ്മളാണ് ഇവിടെ നിന്ന് ലാസ്റ്റ് ഇറങ്ങുന്ന ആൾ. ഇന്നത്തെ ദിവസം നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങുന്നത്. അവിടെ മൊത്തം നമ്മൾ വന്നിട്ട്. സോ ഇവിടെ ഒരു കറണ്ടിൻ്റെ കമ്പി ഇട്ടിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട്, വലുതായിട്ടൊന്നുമില്ല. അവിടെ നേരെ വന്നപ്പോഴേ കുറെ കറണ്ട് കമ്പി തൂക്കിയിട്ടേക്കുന്നു. നിന്ന് പോകുമെന്ന് ശരി എന്നാന്ന് എല്ലാവരും ചിരിച്ചു കാണിക്കാൻ വേണ്ടി അവിടെ തന്നെ ഞാൻ. അതല്ലേ ഞാൻ പറഞ്ഞ ആ കാട്ടിക്കട കയറി ചുറ്റിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ വഴി വന്നപ്പോൾ. അങ്ങനെ നമ്മൾ എല്ലാവരോടും കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ പോയ വഴി ഇതാണെങ്കിൽ നമ്മൾ തിരിച്ച് വന്ന വഴിയാണിത്. നമ്മൾ പോയ വഴിയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ കാട്ടിക്കട കയറിയാണ് മുകളിലേക്ക് പോയത്. നമ്മൾ തിരിച്ച് വരുന്നത് ഈ വഴിയാണ്. അങ്ങനെ നമ്മൾ വന്നു. ഇനി നമുക്ക് വണ്ടി എടുക്കണം. നമ്മുടെ ഫ്രണ്ടിൽ നമ്മളാണ് ഏറ്റവും ബാക്കിൽ വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടക്കണ്ട്, നമുക്ക് അത് പോയി എടുക്കണം. അതേപോലെ എല്ലാവരും തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇനി അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമെന്നാണ് അപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിസിറ്റി അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഷോക്കായിരിക്കും. നമ്മൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പുറത്ത് വരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർ സേഫായിട്ട് ഇങ്ങോട്ട് കൊടുത്തത്. എനിക്ക് എൻ്റെ വണ്ടി ഓടിക്കാനുള്ള ആ ഒരു സാധനമേ എൻ്റെ കയ്യിലുള്ളൂ. എനിക്ക് വേറൊരാളുടെ വണ്ടി ഓടിക്കാൻ അറിയില്ല ഗൈസ്. സോ ഗൈസ് നമ്മളങ്ങനെ വെളുത്തിരിക്കുകയാണ് ഗൈസ്. പോരെ. അപ്പം ഞാനും എൻ്റെ എന്തും കാലില്ലാത്ത എനിക്ക് രണ്ട് കാര്യം എന്നാ എൻ്റെ ഫോണും ചാർജിലിടാൻ പറയണം. പാപ്പ തന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഹാപ്പിയാണോ ഈ ട്രിപ്പിൽ? അടുത്ത പ്രാവശ്യം നമുക്ക് എവിടെ പോകാൻ പ്ലാൻ ചെയ്യാം. വീട്ടിൽ ചെന്നിട്ട് പെട്ടെന്ന് എടുത്തൊരു ട്രിപ്പാണ് ഗൈസ്. അതായത് ഞങ്ങൾ ഇന്നലെ രാത്രിയല്ലേ ഇന്നലെ വൈകുന്നേരം കോഴിക്കോട് നിന്ന് ശരണ്യ ലാൻഡ് ചെയ്തു. ശരണ്യ ലാൻഡ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ദു ചേച്ചിയോട് പറഞ്ഞു. ഇന്ദു ചേച്ചി റെഡിയായി. അങ്ങനെ ഞങ്ങൾ 3 പേർ റെഡിയായി കൊണ്ടിരുന്നപ്പോഴാണ് നാലാമതല്ലേ സന്ധ്യ ഞാൻ പോലും യെസ് ഓക്കെ. പാവം ഇന്ദു ചേച്ചി കാലിൽ നീര് വെച്ച് ഗൈസ്. എവിടെ ഇന്ദു ചേച്ചി കാല് കാണുന്നില്ല ഗൈസ്. കാലെവിടെ? കാല് കാണിക്കണ്ട. അങ്ങനെ നമ്മൾ സന്ധ്യ മിസ്സിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ 4 പേരും പിന്നെ എൻ്റെ പുത്രനും കൂടിയായിട്ട് ഈ ഒരു ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ്. എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു സാധനം. അത് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് അരീക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അട്ടർ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഫ്ലോപ്പായിരുന്നു. അത് എൻ്റെ മിസ്റ്റേക്ക് അല്ല, കണ്ടുപിടിച്ചത് ഇന്ദുവാണ്. സോ ഞങ്ങൾ ഇന്ദുവിനെയാണ് കുറ്റം പറയാനുള്ളൂ. ഇന്ദുവാണ് അരീക്കൽ പോകാൻ മിസ് ചെയ്ത് പറഞ്ഞത്. സോ ഞങ്ങൾ അരീക്കൽ ചെന്നപ്പോൾ അവിടെ വെള്ളമില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ നാണം കിട്ടു. അങ്ങനെ ഇന്ദു തന്നെ ഞങ്ങൾ നാണം കിട്ടും. പിന്നെ കൊച്ചരീക്കൽ പോയി, അവിടെയും വെള്ളമില്ല. ഞങ്ങൾ വീണ്ടും നാണം കിട്ട്. പിന്നെ നമ്മൾ വേറൊരു സ്ഥലം പോയല്ലോ മിസ്സേ, ശൂലം അല്ലേ? ഞങ്ങൾ ശൂലം വാട്ടർഫോൾസിൽ പോയി. പക്ഷെ അവിടെയും ഈ പറഞ്ഞ പോലെ ഫ്ലോപ്പായിരുന്നു. പിന്നെയാണ് കുറച്ച് ദൂരം വരേണ്ട വന്നത്. ഓക്കെ, അപ്പം ഞാൻ തന്നെ വണ്ടി എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് കൊണ്ട് അത് മാത്രം എനിക്ക് ഇച്ചിരി സങ്കടമുള്ള കാര്യമാണ്. ബസ് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഓർണം ഞാനും ആ വണ്ടി മിസ്സും എടുക്കുന്നതായിരിക്കും നല്ലത്. ഇവരുടെ ഈ ഡ്രൈവിംഗ് എനിക്ക് അത്ര പിടിക്കുന്നില്ല.
പോവണതല്ലേ അല്ലേ, അവരെപ്പോഴാന്ന് വെച്ചാൽ വീട്ടിലെത്തിക്കോട്ടെ, നമുക്ക് ചെല്ലണത് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു. അത് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു, അത് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിരുന്നു. എനിക്ക് ഒട്ടും ധൃതിയില്ലായിരുന്നു. അത് അല്ല, ഈ സാധനം ഇത് ചെയ്തിട്ട് ഇത് കേറ്റിയിട ആ ഞാൻ വണ്ടി എടുക്കൂല ഗൈസ്. ആ എടുക്കാം, കാല് പിടിക്കണം. എടാ ആട്ടുമ്പോ അല്ല, വണ്ടി എടുക്കട്ടെ മിസ്സേ, ഞാൻ നന്നിരിക്കുക അപ്പടി. അപ്പൊ ഞാൻ വണ്ടി എടുക്കാൻ ഹെൽമെറ്റ് ഇല്ല മിസ്സേ. ഇവിടുന്ന് പെരുമ്പാവൂർ വരെ അപ്പൊ സന്ധ്യ മിസ് ഓടിക്കും. അപ്പൊ ഗൈസ് ഞാനും ഓടിക്കും. ഞാൻ കൊലക്കയറാണ് ഓടി. ഇവിടുന്ന് അഞ്ജനാമിസിന്റെ വീട് വരെ അഞ്ജനാമിസ് ഓടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിക്കുന്നു. അപ്പൊ എന്റെ വീട് ചായ കുടിക്കാൻ നേരത്തെ എടുക്കാം അല്ലേ? ഇന്ന് ചേച്ചിയുടെ അല്ലേ? നമ്മൾ പോകണം. ഇവിടെ നിന്നോ? ആ ഇവിടെ നിന്നും കഴിക്കാം, ഇവിടെ നിന്ന് കഴിക്കണം, എവിടെയെങ്കിലും ഒക്കെ കഴിക്കാം. അപ്പൊ നമ്മൾ പോവാണ് കേട്ടോ. മതി ഓഫ് ചെയ്തോ. അപ്പോൾ ഗായ്സ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി ഭയങ്കരമായിട്ട് നല്ല സന്തോഷമായിരുന്നു. സോ നമ്മളിവിടുന്ന് ഇപ്പോൾ നേരെ പെരുമ്പാവൂർക്കാണ് പോണത്. പെരുമ്പാവൂർ അല്ല, കുറുപ്പുംപടിയിൽ നിന്ന് പെരുമ്പാവൂർ. സോ അങ്ങനെ നമ്മൾ വന്നു. ഇപ്പോൾ ഒത്തിരി രാത്രി 6:30 ആവണം ഗായ്സ്. നമ്മൾ വന്ന് ചായ കുടിക്കാനാണ്. ചായ കുടിച്ചിട്ട് ഇപ്പം സമയം നിന്റെ വണ്ടിയിൽ സമയം കാണിച്ചിട്ട് ഫോൺ കിട്ടേ. സമയമായി. ആ ഇത് കൊള്ളാമല്ലോ. എന്തടി ഇത് കാണിക്കാനല്ലേ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എടുത്തു തന്നത്. സമയം മാത്രം ഞാൻ കാണിക്കും ഗൈസ്. 6:30 ആയി നമ്മൾ. അപ്പോൾ ആ സമയത്താണ് നമ്മളിത് ഇവിടെ ഒരു ടീ ഷോപ്പ്, കീഴല്ലെന്ന് പറഞ്ഞ ഒരു ടീ ഷോപ്പിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണേ. ചായ വിത്ത് പഴംപൊരി. ഞാൻ ഗുണ്ടുമായി വരുന്നുണ്ട്. ഞാൻ ജിമ്മിപ്പോട്ടെ. ജുംബയില്ല, ജുംബ വേണ്ട, ജിമ്മിൽ പോയാൽ മതി. മാസമല്ല, ഞാൻ നോക്കും. അവിടെയല്ല പോണേ, ഞാൻ പോകുന്നില്ല. എന്തു ഞാൻ നോക്കുന്നില്ല. എന്ത് മറ്റേ ക്ലാസിക് സിറ്റില് കഴിഞ്ഞ ദിവസം പോയില്ല. അത് 1000 ജുംബ ഇല്ല. ജുംബ ഇല്ലാന്ന് വെച്ചാൽ കാലിൻ്റെ ഒന്നാമത് കാലിൽ വന്നില്ല. പിന്നെ അത് നടുവില്ല. എനിക്ക് നടുവില്ല. മേക്കപ്പ് ഇല്ലാത്ത ഞങ്ങളെ കാണുന്നത് ഇപ്പോഴാണ് ഗൈസ്. ഇതാണ് ഞങ്ങൾ. അതെ, ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഉള്ള ഞങ്ങളെല്ലാം. സോ ഗൈസ്, നമ്മൾ ഇന്ദുവിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ്. സോ ഇന്ദുവിൻ്റെ വീട് അവിടെ കേട്ടോ. അതാണ് ഇന്ദുവിൻ്റെ വീട്. ഇന്ദു ചേച്ചീനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനി നമ്മളിവിടെ നിന്ന് പോവാണ്. നമ്മളിവിടുന്ന് എങ്ങോട്ടാ പോണേ? നമ്മളിനി ശരണ്യനെ വീട്ടിൽ കൊണ്ടാക്കണം. ഇന്ദുവിനെ നമ്മൾ ഓൾറെഡി മിസ് എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വേണം മിസ് പോകണമെങ്കിൽ. മിക്കവാറും മിസ് എൻ്റെ അടുത്തേക്കായിരിക്കും. മിക്കവാറും സന്ധ്യ മിസ് എൻ്റെ കൂടെ ആയിരിക്കും, എൻ്റെ വീട്ടിലായിരിക്കും. സോ ഇന്ദുവിന് സേഫായിട്ട് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സാക്ഷിയാണ്, സാക്ഷി. ഇന്ദുവിൻ്റെ ചേട്ടനാണ് എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ദേ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുവാണ്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ശരിക്കും 11 മണിയായി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു ട്രിപ്പായിരുന്നു അത്. ഗേൾസ് ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞും കൂടെ ഉണ്ട്, ഒരു കൊച്ചും കൂടെ ഉണ്ട്, ഒരു ബോയ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്